ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന ന്യായപ്രമാണത്താൽ തെളിയുന്നു. എല്ലാ സ്ഥലങ്ങളിലും വേദനയോടെ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അർഹതപ്പെട്ടതായ ഒരനുഭവം കിട്ടിയില്ല, അവിടെ 2 തട്ടിലാണ് കാര്യങ്ങൾ നീങ്ങിയത്, എന്നെ അവഗണിച്ചു, എന്നെ പരിഗണിച്ചില്ല. ഈ പരാതികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരു മനുഷ്യൻ അവൻ വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത്, അങ്ങ് വരിക, മുൻപിലിരിക്കുക, ഏറ്റവും നല്ല സ്ഥാനം കൊടുക്കുന്നു. മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് നാം പറയുന്നു. എന്നാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു ദരിദ്രൻ വന്നാൽ നമ്മളെന്തു പറയുന്നു? എൻ്റെ പാദപീഠത്തിലിരിക്കുക, അല്ലെങ്കിൽ നീ അവിടെ നിൽക്കുക എന്നാണ് ദരിദ്രനോട് പറയുന്നത്. ഈ വേദഭാഗങ്ങൾ പറഞ്ഞു വന്നിട്ട് യാക്കോബ് പറയുന്നു, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ എല്ലാ വിഭാഗങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നൊരു ശബ്ദം, എനിക്ക് എൻ്റെ കുടുംബത്തിൽ വേണ്ടത്ര ഒരു പരിഗണനയില്ല, എൻ്റെ പാർട്ടി എന്നെ പരിഗണിച്ചില്ല, എൻ്റെ ആത്മീയ നേതൃത്വം എന്നെ പരിഗണിച്ചില്ല, വർഷങ്ങളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനു വേണ്ടി ചെയ്തത് അല്പം പോലും വിലയിട്ടില്ല എന്നൊക്കെയാണ് നാം പലപ്പോഴും പറയുന്നത്. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവിന് മാത്രമേ നീതിയോടെ വാഴാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഇനി ചില ഭരണ നേതൃത്വങ്ങൾ നീതിയോടെ വാഴണമെന്ന് ആഗ്രഹിച്ചാലും അവരെ നീതികേടിലേക്ക് തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാകാം. അതുകൊണ്ട് അവർക്കും നീതിയോടെ വാഴണം എന്നാഗ്രഹിച്ചാലും ഭരണത്തിൻ്റെ തലപ്പത്ത് നീതികേട് കാണിക്കാനേ അവർക്ക് നിവർത്തിയുള്ളൂ. എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ആലയത്തിൻ്റെ പണിക്കു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചൊരു മരമുണ്ട്. അതിൻ്റെ കളർ കറുപ്പാണ്, അതിന് മുള്ളുണ്ട്, ആരുണ്ട്, ഫലമുള്ളതാണ്. എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം സമാഗമന കൂടാരത്തിൻ്റെ പണിക്കു വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പറയുന്ന മരം ആരും വില കൽപ്പിക്കാത്ത കതിരമരമാണ്. ഇന്ന് മുഖപക്ഷം കാണിച്ചു, ആരും എന്നെ വില കൽപ്പിക്കുന്നില്ല എന്നൊരു വേദനയോടെ എൻ്റെ കളർ നോക്കിയിട്ട് എന്നെ മാറ്റി നിർത്തി, എൻ്റെ ജാതി നോക്കി എന്നെ തള്ളിക്കളഞ്ഞു, എനിക്ക് അർഹതപ്പെട്ടതായൊരു സ്ഥാനം തന്നില്ല എന്ന് വേദനിച്ച് ഭാരപ്പെടുന്നവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, തക്ക സമയത്ത് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും മാനിക്കാത്ത എത്രയെത്രയോ വൃക്ഷങ്ങൾ, എല്ലാവരും പുകഴ്ത്തി പറയുന്ന വൃക്ഷങ്ങൾ അതിനകത്തുണ്ടാകാം. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് മുള്ളുള്ളത്, ആരുള്ളത്, കറുത്ത കളറുള്ളത്, എൻ്റെ ആലയത്തിൻ്റെ പണിക്കു വേണ്ടി. ഇന്ന് സകലരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് വേദനിക്കുന്ന ഒരു അഭിഷക്തയോ ഒരു കുഞ്ഞോ ഒരു യൗവനക്കാരനോ ആണ് നിങ്ങളെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, there is a time that God has kept for you. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. Still wait on that. അതിനു വേണ്ടി കാത്തിരിക്കുക. പഴയ നിയമത്തിൻ്റെ ആചാരമനുസരിച്ച് കഴുതയുടെ താടിയെല്ലാം ഒടിച്ചു കളയണം.
പക്ഷേ യേശു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തു. എവിടെ എന്തിനെ തകർത്ത് കളയണം, അവഗണിക്കണം, പരിഗണിക്കരുത് എന്നൊക്കെ നിയമങ്ങൾ പറഞ്ഞു, ആ നിയമങ്ങളെല്ലാം ദൈവം പൊളിച്ചു കളയുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി ദൈവം നിയമം പൊളിച്ചെഴുതുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, പത്രോസിൻ്റെ നാറ്റം വച്ച പടക് പ്രസംഗവീടമാക്കി 10,000 ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, എൻ്റെ ദൈവികമായ സന്തോഷത്തിലേക്ക്, ദൈവികമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനം മറ്റുള്ളവരുടെ മുൻപിൽ നാറ്റം വച്ചത് ഒരു പടകായിരിക്കാം, മറ്റുള്ളവരുടെ മുൻപിൽ അവഗണിക്കപ്പെട്ടൊരു സ്ഥലമായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിങ്ങളിലൂടെ അനവധി പ്രവൃത്തികൾ ചെയ്യുവാൻ ഒരു പ്രസംഗപീഠമാക്കി, ഒരു വാഹനത്തിനുള്ള യാത്രയ്ക്കുള്ള സൗകര്യമാക്കി മാറ്റാൻ, ആലയത്തിനുള്ള പണിക്കാക്കി മാറ്റാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയരെ, തളർന്നു പോകരുത്. ദൈവം തക്ക സമയത്ത് നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്തെത്തിക്കും, ഇരുത്തേണ്ടിടത്ത് ഇരുത്തും. നമുക്ക് വേണ്ടി ദൈവം നിയമങ്ങളെ മാറ്റി എഴുതും. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ തളർന്ന് നിരാശപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ വയ്യ, ഇനി പ്രവർത്തിക്കുന്നില്ല, ഇനി റിട്ടയർമെൻറ്റ് എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടെയാണോ നമ്മളെ ദൈവം ആക്കി വയ്ക്കുന്നത് അത് ലോകത്തിന് നാറ്റമുള്ളതായിരിക്കാം. ലോകത്തിന് കഴുതയുടെ വിലയെ ലോകം കരുതുന്നുണ്ടാകാം. കതിരമരത്തെ പോലെ തള്ളിക്കളഞ്ഞൊരു മരമായിരിക്കാം. പക്ഷെ സർവശക്തൻ നിങ്ങളെ പിന്നെയും ഉപയോഗിക്കുവാൻ മതിയായ ദൈവമാണ്. മേ ഗോഡ് ബ്ലസ് യു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.